വണ്ടി ഈ വണ്ടി ഈ കിടക്കുന്ന വണ്ടി വന്നോ ഇവരാണ് റേറ്റ് കൂടുതൽ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സാറേ. അവർ ചെറിയ ഓട്ടം പോകുന്നില്ല. ഇവരൊക്കെ 400-500 രൂപ വേണം. 400-500 ഇല്ലാത്തൊരു ഇത് പോകത്തില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്തോ. അല്ലല്ല 400-500 ഇല്ലാത്തൊരു ഇത് പോകത്തില്ല അവര്. അത് ഒന്ന് കണക്കൂട്ടണം. കിത്തന ബില എത്ര ചോദിച്ച് ഇതാണ് ഒരാള്. നിനക്ക് രാവിലെ രാത്രിയും കൂടെ ഓർണോ? എടാ നിനക്ക് രാവിലെ രാത്രിയും കൂടെ ഓർണോ? ഞാൻ അത് തന്നെ പറഞ്ഞു തരണ. നിനക്ക് രാവിലെ രാത്രിയും കൂടെ ഓർണോ? അത് തന്നെ പറഞ്ഞത്. കിളിയല്ല പോയത്. ഞാൻ എല്ലാം കാണിച്ചു തരാം നിനക്ക്. രാവിലെ രാത്രിയും കൂടെ നിനക്ക് ഓടിച്ചു തരാം. മച്ചാ 3 ട്രിപ്പ് വരുമ്പോ ഇത് എവളെ വാങ്ങിച്ചിട്ടാ? അവ എവളെ ചോദിച്ചിട്ടാ? 350. നിങ്ങൾ ഒരു ട്രിപ്പ് 350 ചോദിച്ചിട്ടാ? ഞാൻ തഴയൂർ സ്റ്റാൻഡിലിട്ട് വണ്ടി ഓടുന്നതാണ്. തഴയൂർ സ്റ്റാൻഡിൽ നിന്ന് എനിക്കൊരു ഓട്ടം, ഒരു ബുക്കിംഗ് ക്ലിഫിൽ നിന്ന് എടുക്കാൻ വേണ്ടി 3:14 എനിക്ക് അവർ ലൊക്കേഷൻ ഇട്ട് തന്നിട്ടുണ്ട്. ലൊക്കേഷൻ ഇട്ട് ഞാൻ പോയി ഓട്ടം എടുത്തിട്ട് ഒരു ട്രിപ്പിന് ഞാൻ 120 രൂപ വെച്ച് പറഞ്ഞ് 3 ട്രിപ്പ് ഉണ്ടായിരുന്നു. ആ ട്രിപ്പ് പോയി എടുത്ത് ഞാൻ കൊണ്ട് റെയിൽവേ സ്റ്റേഷനിലാക്കുമ്പോഴത്തേക്കും റെയിൽവേ സ്റ്റേഷനിൽ കിടക്കുന്നതും ക്ലിഫിൽ കിടക്കുന്ന 2 വണ്ടിക്കാരും നൈറ്റ് ഓടുന്ന ഡ്രൈവർമാർ 350 രൂപ ചോദിച്ചിട്ട് അവന്മാർ കയറാത്തത് കൊണ്ട് എന്നെ അടിക്കാൻ വേണ്ടി വണ്ടി കൊണ്ടിട്ട് ബേക്കിൽ നിന്നിട്ട് ഓടിച്ച് വണ്ടി കൊണ്ട് വന്ന് ഇടിക്കാനൊക്കെ കൊണ്ടുവന്നിട്ട് അവന്മാർ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാവണം. കാര്യം വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് അവർക്ക് മാത്രം കുത്തകയെന്നും പറഞ്ഞ് ഗുണ്ടായുസമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വർക്കല റെയിൽവേ സ്റ്റേഷനിൽ നൈറ്റ് ഓടുന്ന ഡ്രൈവർമാർ അവർ ഒരു റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ വേറെയുള്ള വണ്ടികൾ എടുക്കത്തില്ല. നമ്മൾ വന്ന് 100-120 രൂപയ്ക്ക് നമുക്ക് കിലോമീറ്റർ ഓടുന്ന പൈസ കിട്ടിയാൽ നമ്മൾ ഓടാൻ തയ്യാറാണ്. ആ കിലോമീറ്റർ ഓടുന്ന പൈസക്ക് ഞങ്ങൾ ഓടാൻ താമസിക്കുന്നില്ല. അവർ സ്ഥിരം ഗുണ്ടായുസം കാണിച്ചുകൊണ്ടിരിക്കുക. വേറെ ആര് വന്നാലും ഇനി 100 വണ്ടിയുടെ ആൾ അവിടെ ഇറങ്ങി നിന്ന് കഴിഞ്ഞാലും അവർ ഒരു വണ്ടിയിൽ ആളിനെ അവിടെ ഇറക്കി ബാക്കിയുള്ള വണ്ടി പോയാലും ബാക്കി ഒരു വണ്ടിക്കകത്ത് ആളിനെ ഇറക്കി ഇരുത്തിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിനകത്തൂടെ വിളിച്ച് പറഞ്ഞിട്ട് അടുത്ത വണ്ടി വരുന്നത് വരെ 1 മണിക്കൂറായിരുന്നാലും 2 മണിക്കൂറായിരുന്നാലും പാസഞ്ചർ അതിനകത്തിരിക്കണം. അതിനുള്ളിൽ ഏതെങ്കിലും ഒരു വണ്ടി വന്ന് ഒരു ഓട്ടോ എടുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അമ്മമാര് ബാക്കിയുള്ള വണ്ടിയെ കൂടെ വിളിച്ചു വരുത്തിയിട്ട് കൊണ്ടുവന്ന് ഇടിക്കാനും കുറുക്ക് വെച്ചിട്ട് ഇടിച്ച് കൊല്ലാൻ വേണ്ടി നോക്കുകയാണ്. ഗുണ്ടായുസം കാണിച്ചുകൊണ്ടിരിക്കുക. വർക്കല റെയിൽവേ സ്റ്റേഷനിൽ ഓടുന്ന സ്റ്റാൻഡുകാർ ഗുണ്ടായുസം കാണിച്ചുകൊണ്ടിവിടെ നൈറ്റ് ഓടുന്ന സ്റ്റാൻഡുകാർ രാത്രി 10 മണി തൊട്ട് രാവിലെ 6 മണി വരെയാണ് അവർക്ക് സമയം. ആ സമയത്തിനുള്ളിൽ ഗുണ്ടായുസം. ഞാൻ DSPക്ക് നേരത്തെ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സാറേ ഞങ്ങൾ സ്റ്റാൻഡിൽ ഓട്ടമില്ല, ഞാൻ അവിടെ കൊണ്ടിട്ട് ഓടട്ടോന്ന് രാത്രി എഴുതിയിട്ട് ഓടട്ടോന്ന് പറഞ്ഞിട്ട് ഞാൻ കംപ്ലൈന്റ് ചെയ്തപ്പോഴത്തേക്ക് സാറ് പറഞ്ഞു അവിടെ 10-20 വണ്ടിയുണ്ട്, അവർ ഓടട്ടെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഓടാൻ പോകുന്നില്ലായിരുന്നു. എന്നിട്ട് എനിക്ക് ഓട്ടം ബുക്കിംഗ് ഉള്ളത് ഓട്ടം എടുക്കാൻ ചെന്നിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കുമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. എന്നിട്ട് അവിടെ വണ്ടി ഒന്നും ഇല്ലെങ്കിൽ മാത്രമേ നമ്മൾ ഓട്ടം എടുക്കാൻ ചെല്ലുമ്പോഴത്തേക്കും അവർ ദൂരെ നിന്ന് ഓടി വന്നു കഴിഞ്ഞാൽ കൊണ്ടുവന്ന് കുറുക്ക് വെച്ചിട്ട് അവന്മാർ അടിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഇത് ഇന്നലെ രാത്രി വെളുപ്പിനും അതിന് 2 ദിവസം മുമ്പേയും ആയിട്ടുണ്ട്. സാധാരണ റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ക്ലിഫിന്ന് രാത്രി ഓടുന്നെന്ന് പറയുമ്പോഴത്തേക്കും 120 രൂപയുടെ ഓട്ടം, മിനിമം 120 രൂപ ഓട്ടം വരത്തുള്ളൂ. നൈറ്റ് ഓടുന്നുണ്ട്. പകലാണെങ്കിൽ 100 രൂപ, 110, 180 രൂപയ്ക്കും. അത് ബ്ലാക്ക് ബീച്ച് ആണെങ്കിൽ ചിലപ്പോൾ 100 രൂപയുടെ ഓട്ടം വീഴും. 120 രൂപയുടെ ഓട്ടത്തിനകത്തിട്ട് വീഴത്തും. ഉപദ്രവിക്കാൻ വേണ്ടി വിട്ടപ്പോഴത്തേക്കും ഞാൻ വണ്ടി വിട്ട് വർക്കല റൗണ്ടംബോട്ടിൽ പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിലുള്ള റൗണ്ടംബോട്ടിൽ ക്യാമറയിൽ നോക്കിയാൽ കാണാം ഇവര് 3 വണ്ടി എന്റെ വണ്ടിയുടെ ബേക്കിൽ കൂടെ കൊണ്ടുവന്നിട്ട് സ്വരത്തി ഓടിച്ചോണ്ട് പോകുന്നു. ഇടിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. പോലീസ് സ്റ്റേഷന്റെ റൗണ്ടംബോർഡ് തൊട്ട് ഞാൻ മുണ്ട വഴി ഇറങ്ങി വിട്ടുപോയതാണ്. ഇവരെ പേടിച്ചിട്ട് 3 വണ്ടി അവരെ ബേക്കിൽ നിന്ന് എടുത്തപ്പോഴത്തേക്കും മുണ്ട വഴി ഞാൻ ഓടി വന്ന് നേരെ വർക്കല പോലീസ് സ്റ്റേഷന്റെ റൗണ്ടംബോർഡിന്റെ ക്യാമറയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു 4:30-5 മണിക്കുള്ളിലുള്ള ഇത് ക്യാമറ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവർ എന്റെ വണ്ടിക്ക് ബേക്കിൽ ഞാൻ റോങ് കയറിയ വണ്ടി വിട്ടു പോകുന്നത്. ഞാൻ എന്റെ വീട്ടിലോട്ട് റോങ് കയറി പേടിച്ചിട്ട് ഞാൻ പോയതാണ്.